മുണ്ടക്കൈ LP സ്കൂളിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും മറ്റ് പ്രവർത്തകരുമായും മോഹൻലാൽ സംസാരിക്കുകയാണ്. അദ്ദേഹം ഇതിനുശേഷം പുഞ്ചിരിവട്ടത്തേക്ക് പോകും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. തൊട്ടു മുമ്പ് തന്നെ അദ്ദേഹം ഈ കോഴിക്കോട് നിന്നും നേരെ മേപ്പാടിയിലേക്കും അതുപോലെ അതിനുശേഷം ഈ ദുരന്തബാധിത മേഖലയിലേക്കുമാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനിക ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഫയർ ആൻഡ് സർവീസിൻ്റെ ഉദ്യോഗസ്ഥരോടും ഹിറ്റാച്ചി ഉപയോഗിക്കുന്ന പ്രവർത്തകരോടുമൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അദ്ദേഹം ഇവിടെ എത്തി എന്താണ് ഈ ദുരന്തത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം സൈനിക ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. സൈനിക വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ പദവി ഉള്ളതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ പരിപൂർണ സംരക്ഷണയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മോഹൻലാലിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കേരളം ആരാധിക്കുന്ന ഒരു നടൻ ഈ ദുരന്ത ഭൂമിയിൽ എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറെ ആശ്വാസകരവുമാണ്. ഈ ദുരന്ത ഭൂമിയിൽ ഈ ദുരന്തം ബാധിതരായിട്ടുള്ള മനുഷ്യരോട് അദ്ദേഹം നേരിട്ട് സംവദിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. And sirs come here to motivate you. Thank you. And you guys are now the fulcrum of all the operations. Yes, sir. You are doing what you are doing is now rescuing, recovering whatever body is there. It is a good effort which is required. Humanly, it is not possible for how much mud has come. It is all your effort. Yes, sir. We can understand, sir. So this, if you look towards your back, sir, that hillock that you see, sir, there you can see that small road going up. That is what connects to the back side. There are other problems. A lot of people have wells in their houses. When this slush has come, so those wells have become like proper quicksand areas. You put your feet inside, you will just go inside. Oh, right. So this, there are some wells inside also. Wherever there's a house, there's been a well. So we have been told to be very careful with the wells and all. So this entire, so the river used to actually go further down towards that side and then turn. ഈ സൈനിക ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ഈ ദുരന്തത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. ഏതൊക്കെ മേഖലകളിലാണ് ദുരന്തം ഈ പറയുന്ന പോലെ ഒരു ഭീതി വിധിച്ചത്, വലിയ തോതിലുള്ള ഒരു അപകടം ആണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹത്തിനോട് സൈനിക ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു വിശ്വാസം കൂടി നമുക്കുണ്ട്. आप लोगों ने अभी पूरा दिल से काम कर रहे हैं। थैंक यू और आपने यकीन करना हमारा पूरा जवान आपके साथ है. മേജർ രവിയോടൊപ്പമാണ് അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേജർ രവിയും അദ്ദേഹത്തിനോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഈ നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്നുള്ള കാര്യം മോഹൻലാൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥരോടും ഫയർ ആൻഡ് സർവീസിൻ്റെ ജീവനക്കാരോടും സൈനിക ഉദ്യോഗസ്ഥരോടുമെല്ലാം അറിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ മുണ്ടക്കൈ സ്കൂളിന് സമീപത്ത് നിന്നും മടങ്ങുന്നത്.